ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ താഷ്കന്തിൽ നിന്ന് മാറി ഒരു 120 കിലോമീറ്റർ ദൂരെ അമീർസോയ് എന്ന് പറഞ്ഞ ഒരു മലപ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ അബ്ദുൽ ഖാദറിൻ്റെ കാറിലാണ് നമ്മൾ വന്നത്. അബ്ദുൽ ഖാദർ നമ്മളെ ഫ്രണ്ടാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അബ്ദുൽ ഖാദർ ഒരു ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. അപ്പോൾ മൂപ്പരുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മളിനി എന്താ പരിപാടി വെച്ചാൽ കേബിൾ കാർ എടുത്ത് മലേൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് മലേൻ്റെ ഈ അമീർസോയ് മലേൻ്റെ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ 2 പ്രാവശ്യം കേബിൾ കാറിൽ പോകണം. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുക. ആ മുന്നിൽ നടക്കുന്നതാണ് അബ്ദുൽ ഖാദർ. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റിന് വരുന്നത് ഇതാണ് അമീർസോയ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പോൾ സമയം ഉച്ച 2 മണിയായിട്ടുള്ളത്. ഈ ഒരു വിൻ്റർ സീസണിലാണ് ഇവിടെ വരുന്നെങ്കിൽ ഫുൾ ഐസായിരിക്കും. അപ്പോൾ അബ്ദുൽ ഖാദർ പറഞ്ഞത് കഴിഞ്ഞ തവണ ഇവിടുന്ന് 2 പേർ മരിച്ചിരുന്നു. അബ്ദുൽ ഖാദറിൻ്റെ ഫ്രണ്ട്സ് സ്കേറ്റിങ്ങിൻ്റെ ഇടയിൽ ഐസ് വീണിട്ട് മരിച്ചു പോയി. ഇപ്പം വലിയ ഐസൊന്നുമില്ല, എന്നാലും മഞ്ഞുമലകൾ കാണാൻ പറ്റും നമുക്ക് ഏറ്റവും ടോപ്പ് പോയാൽ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മളെ പണ്ട് ഈ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. കേബിൾ കാർ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല, മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഒരു പുതിയ കേബിൾ കാറാണ്, നല്ല വിശാലമായ വലിയ കേബിൾ കാർ. ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത് ഏകദേശം 1 ലക്ഷം സോമാണ്. 1 ലക്ഷം സോം എന്ന് പറയുമ്പോൾ ഒരു $8 $10 ഉള്ളിലേ വരും. നല്ല മനോഹരമായ വ്യൂ ആണ്. ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു കേബിൾ കാറിൽ പോയി ഒരു മലേൻ്റെ മുകളിലെത്തി അവിടുന്ന് വേറൊരു കണക്ഷനിലാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്താം, മഞ്ഞുമലകളിലേക്ക് എത്താം. Photo. Don't forget the way you look me in the eyes, and I keep you in my heart. In my heart is where you are. I still think of you. I want you coming back. I remember when we were staring photo. Don't forget the way you look me in the eyes, and I keep you in my heart. In my heart is where you are. I still think of you. I want you coming back. Call me when you want, baby, can't take it on my heart. Oh, yeah, yeah. Give me your love, yeah, yeah. Call me when you want, baby, can't take it on my heart. Oh, yeah, yeah. Give me your love, yeah, yeah, yeah. ഉസ്ബെക്കിസ്ഥാനിലെ സ്പ്രിംഗ് സീസണാണ്. അപ്പോൾ നമുക്കധികം ഐസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ശരിക്കും വിൻ്ററിൽ വന്നാൽ നല്ല രസമായിരിക്കും. ഇപ്പം കാണുന്ന ആ ഒരു പച്ചപ്പിൻ്റെ മുകളിലെല്ലാം മഞ്ഞ് വീണിട്ട് നല്ല രസമുള്ള കാഴ്ചയായിരിക്കും. ഞാൻ യൂട്യൂബിലും മറ്റും കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ. ഈ കാണുന്ന മരത്തിൻ്റെ മുകളിലെല്ലാം ഐസായിട്ടുള്ളൊരു വീഡിയോ. അങ്ങ് ദൂരെ നോക്കുമ്പോൾ നമുക്ക് ഐസ് മലകൾ കാണാം. അതേപോലെ തന്നെ തൊട്ട് സൈഡിലേക്ക് കൂടി തിരിച്ചു വരുന്ന ആൾക്കാരെ കേബിൾ കാർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് വേറൊരു കേബിൾ കാറിൽ വേണം നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ഥലത്തെത്താൻ ഏകദേശം അരമണിക്കൂർ നമ്മൾ കേബിൾ കാറിൽ സഞ്ചരിച്ചു. ഇനി വേറൊരു ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ കൂടി, ടോട്ടൽ 1 അവർ ട്രിപ്പ് ഇങ്ങോട്ടൊക്കെ തന്നെയുണ്ട്. മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴൊരു ഫീൽ വേറെ തന്നെയാണ്. നമ്മുടെ അടുത്ത സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഇഗ്ലു പോലത്തെ സംഭവം കാണുന്നുണ്ട്. ഇഗ്ലു തന്നെയാണോ എന്നറിയില്ല. അതേപോലെ വലത് സൈഡിൽ ചെറിയ ചെറിയ ഷോപ്പുകൾ. പിന്നെ ആ ഒരു കാണുന്നത് അമീർസോയ് എന്ന് എഴുതിയ സംഭവം, ഒരു റെസ്റ്റോറൻറ്റ്.
inside. Neçpun hava qaysi biri? 15 ming. അങ്ങനെ രണ്ടാമത്തെ കേബിൾ കാറിലാണ് നമ്മളുള്ളത്. ഇതൊരു ചെറിയ കേബിൾ കാറാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഫിനിഷ്. First time from here, bro. ഫസ്റ്റ് ടൈം ഫ്രം ഹിയർ. After yeah, past the Chiyaki weekend. We already take should be from here. ഈ ഒരു സമയത്ത് നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ മഞ്ഞുമല ശരിക്കും ഒരുങ്ങിയില്ല. അബ്ദുൽ ഖാദർ പറഞ്ഞത് നമ്മൾ വിൻ്റർ സീസണിലാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഐസായിരിക്കും. ഇവിടെ അതേപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. നമുക്ക് ഐസിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇവിടുന്ന് താഴോളം സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇവൻ ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് ഈ സ്കേറ്റിങ്ങിൽ എന്തെല്ലോ ചാമ്പ്യൻഷിപ്പിൽ നേടിയ ആളാണ്. നമ്മൾ വന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങ് കാണുന്ന മഞ്ഞുമലേൻ്റെയും താഴിലുള്ള മലയിലാണ്. അഡ്വഞ്ചറസ് ട്രിപ്പെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു പോളി ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ അമീർസോയ് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഇവിടുന്ന് ഈ ഐസമലകളിലേക്ക് കൂടി അങ്ങോട്ട് നടക്കാൻ പറ്റും. ഒരുപാട് ദൂരം വരെ നടക്കാൻ പറ്റും. ഒരുപാട് ഫാമിലീസ് വന്ന് അങ്ങ് കാണുന്ന മലകളിലോട്ട് നടന്നു പോയി അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ച് വരുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തെല്ലാം വിൻ്ററിലാണ് ശരിക്കും വരേണ്ടത്. സ്പ്രിംഗ് സീസണിൽ ഉസ്ബെക്കിസ്ഥാനിൽ വന്നാൽ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഒരുപാടായിട്ട് കാണാൻ പറ്റും. ചെറിയ സീസണാണ്. പക്ഷേ വിൻ്ററിലാണ് വരുന്നുണ്ടെങ്കിൽ ഫുൾ ഐസായിരിക്കും. ഇതെല്ലാം ഫുൾ ഐസായിരിക്കും. കുറേ ആൾക്കാരും ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ കണ്ട ആൾക്കാരെല്ലാം ഈദ് ഹോളിഡേയ്സ് ആഘോഷിക്കാൻ വന്ന മറ്റു രാജ്യത്തുള്ള ആൾക്കാരാണ്. അതേപോലെ ഈ ഒരു മലേൻ്റെ അപ്പുറത്തെ സൈഡിൽ വരുന്നത് നമ്മളെ കിർഗിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ അയൽരാജ്യമായ കിർഗിസ്ഥാൻ. കിർഗിസ്ഥാനിൽ നമ്മൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ട്രിപ്പ് കിർഗിസ്ഥാനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ചൂടാത്ത വലിയ കുഴപ്പമില്ല.
ആരാടാ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാനിൽ ഐസില്ലാന്ന്? മല കയറും. Slowly, going slowly, coming fast. Yeah, I see. അങ്ങനെ അമീർസോയി നമ്മൾ കണ്ടു. അടിപൊളി മലയാണ്. ഒരു വേറെ തന്നെ ഫീലാണ്. രാവിലെ വന്ന് വൈകുന്നേരം നമുക്ക് പോകാൻ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ ഇറങ്ങാൻ തുടങ്ങിയത്. നമ്മളെ ഫസ്റ്റ് കേബിൾ കാറാണ്. ഇവിടുന്ന് താഴെ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് വേറൊരു കേബിൾ കാറിൽ നമ്മളെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. നമ്മൾ അധിക ദൂരമൊന്നും നടന്നിട്ടില്ല, കുറച്ചേ നടന്നിട്ടുണ്ട്. പക്ഷേ തളർന്നു പോയി. മലകളെല്ലാം കയറിയിട്ട് കുറേ 135 മില്യൺ ചിലവാക്കിയിട്ട് അവർ വീണ്ടും ഇത്. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഡിസംബർ സമയത്ത് ഇവിടെ വരണം കേട്ടോ. പാകിസ്ഥാനിലല്ല ഉള്ളത്.